നമസ്കാരം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ചില പുരാണ കഥകൾ. എൻ്റെ അറിവും നമ്മൾ പലയിടത്തുനിന്ന് വായിച്ച് കേട്ട കാര്യങ്ങൾ, നമ്മുടെ മുമ്പുള്ളവർ, അതായത് നമ്മുടെ മുതിർന്നവർ നമ്മളോട് പറഞ്ഞു തന്നുള്ള കഥകളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിനകത്തെ ഞാൻ മനസ്സിലാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനെ കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇത് എത്ര പേർക്ക് ഉപകാരപ്പെടുമെന്ന് അറിയത്തില്ല. എന്നിരുന്നാലും ചില കഥകൾ, അതായത് നമ്മുടെ പുരാണ കഥകൾ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പം പുരാണ കഥകളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായി ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാര കഥകളാണ്. നമ്മുടെ ഭൂമിയിൽ ഓരോ സമയത്തും, അതായത് ഓരോ കാലഘട്ടങ്ങൾ കഴിയുമ്പോഴും ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഓരോ പ്രവർത്തികൾ കാരണമാണ് നമ്മുടെ ഭൂമിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഇതുവരെയുള്ള നമ്മളിപ്പോൾ ജീവിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ, 2024 വർഷത്തിൽ നമ്മൾ ജീവിച്ചു വരുന്ന കാലഘട്ടത്തിലും നമുക്കത് മനസ്സിലാക്കാം. നമ്മുടെ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ പ്രവർത്തികൾ മൂലം ഓരോ പ്രശ്നങ്ങൾ വരും. അപ്പോൾ പണ്ട് കാലം മുതൽ തന്നെ നമ്മൾ ഈ പുരാണ കഥകൾ, നമ്മുടെ ജീവിതവും ഈ പുരാണ കഥകളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വരുമ്പോഴും പണ്ട് മുതലേ ഇത് സംഭവിക്കുന്നുണ്ട്. പറഞ്ഞു വന്നത് ഇത്രയാണ്: മനുഷ്യർ ഭൂമിയിൽ ഈ അസാൻമാർഗിക പ്രവർത്തനങ്ങളും ദുഷ്ടതരങ്ങളും അങ്ങനെ ഓരോ പ്രശ്നങ്ങളായി മനുഷ്യൻ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ലോകത്തിന്റെ നാശാവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് ഈശ്വരന്മാർ ഓരോ അവതാരങ്ങൾ എടുക്കുന്നത്. അങ്ങനെ ഓരോ അവതാരങ്ങൾക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ അതിനെപ്പറ്റിയാണ് ഞാനിപ്പോൾ നമ്മുടെ മഹാവിഷ്ണുവിന്റെ ദശാവതാര കഥകൾ കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം നമ്മുടെ അനന്തരമായ കാലത്തെ 4 യുഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഈ കൃതയുഗത്തിലാണ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിലെ 4 അവതാരങ്ങൾ അവതരിച്ചിട്ടുള്ളത്: മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം. അപ്പോൾ അത് ആദ്യത്തെ മത്സ്യ അവതാരത്തിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ധ്യാനത്തിലായിരുന്ന ബ്രഹ്മാവിൻ്റെ പക്കൽ നിന്നും ഹയഗ്രീവൻ എന്ന അസുരൻ വേദങ്ങൾ കവർന്നെടുക്കുന്നു. ആ കവർന്നെടുത്ത വേദങ്ങൾ തിരിച്ചെടുക്കാനാണ് മത്സ്യാവതാരമായി ഭഗവാൻ അവതരിച്ചത്. വൈവസ്വതമനു എന്ന രാജാവ് ഒരിക്കൽ കൃതമാല എന്ന നദിയിൽ സ്നാനാദി കർമ്മങ്ങൾക്കായി എത്തുകയും സ്നാനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ചെറിയ മത്സ്യത്തെ കാണുകയും തോന്നി. അപ്പോൾ ആ മത്സ്യം രാജാവിനോട് സംസാരിക്കുകയുണ്ടായി: രാജാവേ, ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ അങ്ങ് എന്നെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകണം. അപ്പോൾ ആ സംസാരിക്കുന്ന മത്സ്യത്തെ കണ്ടപ്പോൾ ആ ദയാലുവായ ആ രാജാവ് അതിനെ തൻ്റെ കമണ്ടലുവിൽ, രാജാവിൻ്റെ കയ്യിലുള്ളൊരു കമണ്ടലുവിൽ ജലത്തിലാക്കി കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയ മത്സ്യം ഒറ്റ രാത്രി കൊണ്ട് വളർന്ന് വലുതായി. പിറ്റേ ദിവസം രാവിലെ രാജാവ് നോക്കുന്ന ഈ കമണ്ടലുവിൽ കൊള്ളാത്ത വലുപ്പത്തിലാണ് മീൻ. അങ്ങനെ കിടന്നാൽ ആ മീൻ മരിച്ചു പോകുമെന്ന് മനസ്സിലാക്കിയ രാജാവ് അതിനെ ഗംഗാനദിയിൽ കൊണ്ട് നിക്ഷേപിച്ചു. അങ്ങനെ ഗംഗാനദിയിൽ നിക്ഷേപിച്ചതിന് ശേഷം ആ രാജാവ് തിരികെ പോരാൻ തുടങ്ങിയപ്പോൾ ആ മീൻ വീണ്ടും രാജാവിനോട് സംസാരിക്കുകയാണ്: എന്നെ ഇത്രയും നേരം സംരക്ഷിച്ചുകൊണ്ടിരുന്ന എന്നെ അങ്ങ് ഈ നദിയിൽ ഉപേക്ഷിച്ച് പോയാൽ ഈ ജലത്തിലുള്ള മറ്റുള്ള എന്നേക്കാൾ വലിയ ജീവികൾ എന്നെ ഉപദ്രവിക്കും. അതുകൊണ്ട് എന്നെ തിരിച്ചു കൊണ്ടുപോകണം. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ രാജാവിനൊരു സംശയം: ഇങ്ങനെ സംസാരിക്കുന്ന ഒരു മീൻ അത് പെട്ടെന്ന് തന്നെ വലുതാവുകയും ചെയ്യുന്നു. അപ്പോൾ മഹാവിഷ്ണു ഭഗവാൻ ഈ രാജാവിൻ്റെ ദിവ്യദൃഷ്ടിയിൽ വന്ന് ഒരു വെളിപാടുണ്ടാക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് മത്സ്യമായി വന്നിരിക്കുന്നത് ഭഗവാൻ മഹാവിഷ്ണുവാണ്. അപ്പോൾ രാജാവ് കൈകൂപ്പിക്കൊണ്ട് ആ മത്സ്യത്തോട് പറഞ്ഞു: അല്ലേ ഭഗവാനെ, എനിക്ക് അങ്ങയുടെ ഈ വിലാസങ്ങൾ മനസ്സിലായില്ല, എന്നോട് ക്ഷമിച്ചാലും. അപ്പോഴാണ് ഈ മത്സ്യം എന്തിനാണ് ഭഗവാൻ മത്സ്യമായി അവതരിച്ചതെന്നുള്ളതിൻ്റെ ഉദ്ദേശങ്ങൾ ഈ വൈവസ്വതമനോട് പറയുന്നു. അപ്പോൾ മത്സ്യം പറയുന്നു: ഇന്നേക്ക് 7-ാം നാൾ ഈ ഭൂമിയിൽ ഒരു മഹാപ്രളയം ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഉള്ളതെല്ലാം സർവ്വതും നശിച്ചു പോകും. അങ്ങനെ നശിച്ചു പോകുമ്പോൾ പിന്നീടുള്ള ഈ ഭൂമിയുടെ നിർമ്മിതിക്കായി ആണ് ഇപ്പോൾ വൈവസ്വതമനുവിനെ മത്സ്യം കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ സപ്തർഷികളെയും ഇവിടെയുള്ള ജീവജാലങ്ങളുടെ എല്ലാ ബീജങ്ങളും സംരക്ഷിച്ച്
സപ്തർഷികളെ ഏൽപ്പിക്കുക വൈവസ്വത മനുവിൻ്റെ ജോലി. ഈ സപ്തർഷികളെ ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ബീജങ്ങളും കരുതി ഇവിടെ ഒരു തോണി പ്രത്യക്ഷപ്പെടും, ഒരു വലിയ തോണി പ്രത്യക്ഷപ്പെടും. ആ തോണിയിലാക്കി നിർത്തുക. അപ്പോൾ മത്സ്യം വരും. അന്നേരം മത്സ്യം പ്രത്യക്ഷപ്പെടും. ആ മത്സ്യത്തിൻ്റെ കൊമ്പിൽ ഈ തോണി ബന്ധിച്ച് പ്രളയം കഴിയുന്ന സമയം വരെ അതിനെ സംരക്ഷിച്ച് നിർത്തണം. ഇതാണ് വൈവസ്വത മനുവിനെ മത്സ്യാവതാരം ഏൽപ്പിച്ച ജോലി. ഇത്രയും കാര്യങ്ങൾ നടന്നതിന് കൃത്യമായ 7-ാം ദിവസം പറഞ്ഞ പോലെ ഭയങ്കര പേമാരിയും കൊടുങ്കാറ്റും മഹാപ്രളയവും ഭൂമിയിലുണ്ടായി. അപ്പോൾ ഭഗവാന്റെ അരുളപ്പാടനുസരിച്ച് വൈവസ്വത മനു 7 ഋഷികളെ സപ്തർഷികളെയും ഈ ഭൂമിയിലെ ജീവജാലങ്ങളുടെ ബീജങ്ങളുമെല്ലാം ശേഖരിച്ച് ഇവരെയും കൂട്ടി ഈ വലിയ തോണിയിൽ വന്നു. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ മത്സ്യം പ്രത്യക്ഷപ്പെട്ടു. ആ മത്സ്യത്തിനൊരു കൂർത്ത കൊമ്പുണ്ടായിരുന്നു. ആ മത്സ്യം വന്നതിൻ്റെ കൂടെ വാസുകി എന്ന സർപ്പവും വന്നു. ആ വാസുകിയെ കയറായി തോണിയിൽ മത്സ്യത്തിൻ്റെ കൊമ്പുമായി ബന്ധിപ്പിച്ച് ആ പ്രളയം കഴിയുന്നിടം വരെ ഈ മത്സ്യവും തോണിയും ഇവരെയും കൊണ്ട് ഒഴുകി നടന്നു. പ്രളയത്തിൻ്റെ അവസാനം ഈ മത്സ്യം ഇവരെ കൊണ്ട് ഹിമവൽ ശൃംഗത്തിലേക്ക് എത്തുകയും അവിടെ അവരെ സംരക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ ചെന്ന് സംരക്ഷിക്കുമ്പോൾ ഇവരെ സപ്തർഷികളും ഈ വൈവസ്വത മനുവും ഈ കുറച്ച് ബീജങ്ങളും മാത്രമാണ് അവശേഷിച്ചത്. ബാക്കി ഭൂമിയിലുള്ളതെല്ലാം നശിച്ചു. ഇവരെ അവിടെ എത്തിച്ച് സംരക്ഷിച്ചതിന് ശേഷം ഹയഗ്രീവൻ എന്ന അസുരനെ മത്സ്യം തൻ്റെ കൊമ്പുകൊണ്ട് കൊന്നതിന് ശേഷം വേദങ്ങളെല്ലാം വീണ്ടെടുത്ത് ബ്രഹ്മാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഹയഗ്രീവനെ വധിച്ച് വേദങ്ങൾ വീണ്ടെടുത്ത് ബ്രഹ്മാവിനെ ഏൽപ്പിച്ച ശേഷം സപ്തർഷികളെയും വൈവസ്വത മനുവിനെയും സംരക്ഷിച്ച് ഹിമവൽ ശൃംഗത്തിൽ എത്തിച്ചു. ആ എത്തിച്ച സമയത്ത് ഭഗവാൻ മഹാവിഷ്ണു മത്സ്യാവതാര രൂപത്തിൽ വൈവസ്വത മനുവിന് വളരെ വിലപ്പെട്ട ചില ഉപദേശങ്ങൾ നൽകി. ജീവിതത്തിൽ വളരെ ഗുണകരവും വളരെ മൂല്യങ്ങളുമുള്ള പല ഉപദേശങ്ങളും വൈവസ്വത മനുവിന് നൽകി. ആ ഉപദേശങ്ങൾ സ്വീകരിച്ചാണ് പിന്നെ വൈവസ്വത മനു ജീവിച്ചതും വൈവസ്വത മനുവിൻ്റെ തലമുറകൾ ജീവിച്ചതും. ആ ഉപദേശങ്ങളെ ഭഗവാൻ നൽകിയ ആ ഉപദേശങ്ങളെയാണ് പിൽക്കാലത്ത് മനുസ്മൃതി എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയി ഞാൻ വീണ്ടും വരുന്നതാണ്. നമസ്കാരം.